ഇമോജികളിലൂടെ സംസാരിക്കുന്ന വർത്തമാനകാലത്ത് ഭാഷയുടെ തനത് സൗന്ദര്യത്തെ ആവിഷ്കരിച്ച നോവലാണ് സുജിത് ഭാസ്കർ രചിച്ച ജലസ്മാരകമെന്ന് പ്രശസ്ത എഴുത്തുകാരൻ CB ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ ജലസ്മാരകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഈ നോവൽ നിർവഹിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ലോക സാഹിത്യത്തിലെ അമൂല്യമായിട്ടുള്ള ഒരു കൃതി ഉണ്ടായി. അത് ഇത്രയേറെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിന്റെ പ്രൗഢിയോടുകൂടി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുജിത്ത് ഒരു പത്രപ്രവർത്തകനാണ്. ഈ പത്രപ്രവർത്തകന്റേതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ജോലി എന്ന് പറഞ്ഞിട്ടുള്ളത് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായി. അദ്ദേഹത്തിൻ്റെ ഈ ഗാർഷിയ മാർക്വസിന്റെ ഒരു പ്രസംഗങ്ങളുടെ ഒരു സമാഹാരം ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി ഇംഗ്ലീഷിൽ. അതിന്റെ പേര് വളരെ കൗതുകകരമാണ്. ഐ ആം നോട്ട് ഹിയർ ടു ഗിവ് എ സ്പീച്ച് എന്നാണ് അതിന്റെ പേര്. ഞാനിവിടെ വന്നത് പ്രസംഗിക്കാനല്ല എന്നാണ് പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിലുള്ളത് മുഴുവനും പല സന്ദർഭങ്ങളിലായിട്ട് മാർക്വസ് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളാണ്. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശബ്ദകലാകാരൻ കരിവള്ളൂർ രാജൻ പുസ്തകം ഏറ്റുവാങ്ങി. കേരള കൗമുദി യൂണിറ്റ് ചീഫ് OC മോഹൻരാജ്, C നാരായണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നോവലിസ്റ്റ് സുജിത് ഭാസ്കർ മറുമൊഴി രേഖപ്പെടുത്തി. KV സുരഭി സ്വാഗതവും K രാഗേഷ് നന്ദിയും പറഞ്ഞു. പുസ്തകശാലകളുടെ ഒരു പ്രദേശമുണ്ട് കേരളത്തിൽ, അത്രയും വേറെ എവിടെയുണ്ട് എന്ന് നമ്മൾ പരതി നോക്കേണ്ടത് ഘട്ടമാണ്. CVF ഉള്ളവരോട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എത്ര പതിപ്പായി എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വളരെ ഒരർത്ഥത്തിൽ ആർത്തിയോടുകൂടി നമ്മൾ വായിച്ചു വന്നിട്ടുള്ള ഒരു പുസ്തകമാലയിൽ പെടുന്ന പുസ്തകമാണ്. CV ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ പുസ്തകത്തെ തിരുത്തി അതിനെ പർവ്വതീകരിച്ച് പറയുക എന്നുള്ള അർത്ഥത്തിലല്ല അത് എടുക്കണം. പക്ഷെ ആർക്കും പുസ്തകം പ്രസിദ്ധീകരിക്കാം, ആർക്കും ഗ്രന്ഥത്തിന്റെ ആളാണ്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.